കായംകുളം നഗരസഭയിൽ നിന്ന് സ്വർണ്ണമോതിരം കാണാതായത് സംബന്ധിച്ച് കായംകുളം പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫൽ എസ് ചെമ്പകപ്പള്ളി കായംകുളം ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മുൻ നഗരസഭാ അധ്യക്ഷ പി ശശികലയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് കേസെടുത്തത്. കേസന്വേഷണത്തിന്റെ ഭാഗമായി നഗരസഭയിലെ ജൂനിയർ ഹെൽത്ത് സൂപ്രണ്ടിനെയും ജനറൽ സൂപ്രണ്ടിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഹരിതകർമ്മ സേനാംഗം രാജികയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഒന്നാം പ്രതിയാക്കി അപഹരണ കുറ്റത്തിന് മുൻ നഗരസഭാ അധ്യക്ഷ പി ശശികലയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 316(2) പ്രകാരം 5 വർഷത്തോളം വരെ ശിക്ഷ കിട്ടുന്ന കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കായംകുളം നഗരസഭയിൽ നിന്നും കാണാതായ സ്വർണ്ണ മോതിരം സംബന്ധിച്ച് നമ്മൾ പരാതി കൊടുത്തു. കായംകുളം ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തു. അതിനുശേഷം നമ്മൾ DGPക്ക്, SP-ക്ക്, മുഖ്യമന്ത്രിക്ക്, വകുപ്പ് മന്ത്രിക്ക് ഒക്കെ തന്നെ പരാതി കൊടുത്തിരുന്നു. ഈ പരാതി നമ്മൾ കൊടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം നഗരസഭയുടെ അധ്യക്ഷയുടെ കയ്യിലാണ് ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് കളഞ്ഞു കിട്ടിയ സ്വർണ്ണ മോതിരം ഏൽപ്പിച്ചത്. ഒരു വിശ്വാസപൂർവം ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്ന മുതൽ, ഒരു പ്രോപ്പർട്ടി, അത് കൈമാറ്റം ചെയ്യുക എന്നുള്ളത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. എല്ലാവർക്കും അറിയാം.